ഡിയർ ഫ്രണ്ട്സ്, ജോലീസ് കുലീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ലെങ്സ് വെച്ചിട്ട് ഒരു തോരനാണ്. ഇതാണ് ബീഫിൻ്റെ ലെങ്സ്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിച്ചിട്ട് വരാം. അപ്പോൾ വലിയ പീസാണ് ഞാൻ കാണിച്ചത് അല്ലേ. അതിന് ഇത്രയെങ്കിലുള്ള പീസുകളാക്കി മുറിക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഇത്രയൊക്കെയുള്ള പീസുകളായിട്ട് ആദ്യം കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലെങ്സിൻ്റെ തോരത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു മുറി തേങ്ങയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഗരം മസാല. ഇതൊന്ന് മിക്സിയിലിട്ട് തോരത്തിന് മിക്സ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. അപ്പോൾ തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഏകദേശം 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി, ഇഞ്ചി അരിഞ്ഞത് ഏകദേശം 1 ടേബിൾ സ്പൂണോളമുണ്ട്. ഇനി വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണോളം. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ലെങ്സ് നന്നായിട്ട് വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ബൗളോളം ഉണ്ട്. വലിയ ബൗളാണ്. ഇതിലേക്ക് തോരത്തിന് അരച്ച് വെച്ചിരിക്കുന്നില്ല, തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അത് ഇടണം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി.
ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ജോളീസ് കുലീന എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ ശരിക്കും കിച്ചൺ എന്ന് തന്നെയാണ് കുലീനയുടെ അർത്ഥം. ലാറ്റിൻ നെയിമാണ് കുലീന എന്നുള്ളത്. അതുകൊണ്ട് ജോളീസ് കുലീന എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലെങ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം ലെങ്സ് നമ്മൾ ഞാൻ ആദ്യം കാണിച്ചു തന്ന പീസ് ചെറിയ പീസുകളാക്കി നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് കുക്കറിലിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചത്. 15 വിസിൽ കുക്കറിലിട്ട് 15 വിസിലാണ് വേവിച്ചെടുത്തത് കേട്ടോ. ഇത് കൊച്ചിലെ എൻ്റെ അമ്മ പഠിപ്പിച്ച തന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഓക്കെ, ബീഫ് ലെങ്സ് തോരൻ ഓക്കെ റെഡി. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.